തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ജൂലൈ മാസം 3-ാം തീയതി ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ പെരുന്നാൾ. ഇന്ന് പരിശുദ്ധ ശ്ലീഹായുടെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുമ്പോൾ ദൈവം നമ്മോട് ഒരു ചോദ്യം ചോദിക്കുന്നു. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഈ ചോദ്യത്തിന് അനേക ഉത്തരങ്ങൾ നമുക്ക് നൽകുവാൻ സാധിച്ചേക്കാം. എന്നാൽ മാർത്തോമാ ശ്ലീഹായുടെ ഉത്തരം സഭയുടെ വിശ്വാസത്തിൻ്റെ ഹൃദയമായി മാറി. വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. യഥാർത്ഥത്തിൽ ഇതൊരു വികാര പ്രകടനമല്ല, ഒരു നിമിഷത്തെ ആവേശമല്ല. ഇതൊരു ശിഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച വിശ്വാസ പ്രഖ്യാപനമാണ്. ആ ഏറ്റുപറച്ചിലിനു ശേഷം തോമസ് തൻ്റെ ജീവിതം മുഴുവൻ ക്രിസ്തുവിനായി സമർപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് സഭ അദ്ദേഹത്തെ ഓർക്കുന്നത് സംശയത്തിൻ്റെ പ്രതീകമായിട്ടല്ല, വിശ്വാസത്തിൻ്റെ സാക്ഷിയായിട്ടാണ്. ഒന്നാമതായി, സംശയത്തിന് അപ്പുറമുള്ള ദർശനം. തോമസ് സംശയിച്ചവനായിരുന്നു, എന്നാൽ അതിലും വലിയ സത്യം, അദ്ദേഹം സത്യം അന്വേഷിച്ചവനായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ തോമസ് അന്ധമായി വിശ്വസിച്ചില്ല, എന്നാൽ സത്യമറിയാൻ അവൻ ആഗ്രഹിച്ചു. യേശു അവൻ്റെ ഈ ആഗ്രഹത്തെ തള്ളിക്കളഞ്ഞില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം ശിഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ യേശു വീണ്ടും വന്ന് തോമസിൻ്റെ മുമ്പിൽ നിന്നു. ഇവിടെ നാം ഒരു വലിയ ആത്മീയ സത്യം കാണുന്നു. നമ്മുടെ സംശയങ്ങൾക്കിടയിലും ക്രിസ്തു നമ്മെ ഉപേക്ഷിക്കുന്നില്ല. അവിടുന്ന് നമ്മുടെ അടുക്കൽ വരുന്നു. കാരണം ദൈവത്തിന് നമ്മുടെ സംശയത്തെക്കാൾ വിലപ്പെട്ടത് സത്യത്തെ അന്വേഷിക്കുന്ന നമ്മുടെ ഹൃദയമാണ്. ഇന്ന് പലർക്കും പല ചോദ്യങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം. ദൈവം എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? എന്തുകൊണ്ട് കഷ്ടതകൾ തരുന്നു? എന്തുകൊണ്ട് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നില്ല? ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. തോമസിനെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ സംശയത്തിൻ്റെ മേഘങ്ങൾ മാറി വിശ്വാസത്തിൻ്റെ വെളിച്ചം ഉദിക്കുവാൻ ഇടയാകണം. രണ്ടാമതായി, ക്രിസ്തുവിനെ സ്വന്തമാക്കിയ വിശ്വാസം. യേശുവിനെ കണ്ടപ്പോൾ തോമസ് പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. ക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ എളുപ്പമാണ്, എന്നാൽ ക്രിസ്തുവിനെ സ്വന്തം കർത്താവായി സ്വീകരിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. സഭയുടെ ആത്മീയ ജീവിതം നമ്മെ ഈ വ്യക്തിപരമായ അനുഭവത്തിലേക്കാണ് നയിക്കുന്നത്. മാമോദീസായിലൂടെ നാം ക്രിസ്തുവിനെ ധരിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ അവിടുത്തെ ശരീരവും രക്തവും സ്വീകരിക്കുന്നു. എല്ലാ ആരാധനകളുടെയും ലക്ഷ്യവും ഒന്നു തന്നെയാണ്, ക്രിസ്തുവിനെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവയെന്ന് ഹൃദയത്തിൽ ഏറ്റുപറയുന്നത് ജീവിതമായി തീരുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് സ്വയം നമുക്കൊന്ന് ചോദിക്കാം, യേശു എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവൻ മാത്രമാണോ, അതോ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷിതാവാണോ? മൂന്നാമതായി, ലോകത്തെ മാറ്റിയ ശിഷ്യത്വം. തോമസിൻ്റെ ഈ ഏറ്റുപറച്ചിൽ വാക്കുകളിൽ അവസാനിച്ചില്ല, അത് ജീവിതമായി മാറി. പാരമ്പര്യമനുസരിച്ച് അദ്ദേഹം ദൂരദേശങ്ങളിലേക്ക് യാത്ര ചെയ്തു, ഭാരതഭൂമിയിൽ സുവിശേഷം പ്രസംഗിച്ചു, കഷ്ടതകളും പീഡനങ്ങളും സഹിച്ചു, അവസാനം തൻ്റെ ജീവൻ പോലും ക്രിസ്തുവിന് വേണ്ടി ഹോമിച്ചു. ഇതാണ് യഥാർത്ഥ ശിഷ്യത്വം. ഇന്ന് ക്രിസ്തുവിന് വേണ്ടത് പ്രസംഗം പറയുന്നവരെ മാത്രമല്ല, പ്രസംഗമായി മാറുന്ന ജീവിതങ്ങളാണ്. നമ്മുടെ മക്കൾ നമ്മുടെ വിശ്വാസം പഠിക്കുന്നത് നമ്മുടെ വാക്കുകളിൽ നിന്നല്ല, നമ്മുടെ ജീവിതത്തിൽ നിന്നാണ്. നമ്മുടെ കുടുംബത്തിൽ ക്ഷമയുണ്ടെങ്കിൽ അവിടെ ക്രിസ്തുവുണ്ട്. നമ്മുടെ വാക്കുകളിൽ സ്നേഹമുണ്ടെങ്കിൽ അവിടെ ക്രിസ്തുവുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ അവിടെ ക്രിസ്തുവുണ്ട്. മാർത്തോമാ ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. യഥാർത്ഥ വിശ്വാസം എപ്പോഴും സാക്ഷ്യജീവിതമായി മാറും. സംശയത്തിൽ നിന്ന് ദർശനത്തിലേക്ക് കടക്കാം, അറിവിൽ നിന്ന് വ്യക്തിപരമായ വിശ്വാസത്തിലേക്ക് വളരാം, വിശ്വാസത്തിൽ നിന്ന് സാക്ഷ്യ ജീവിതത്തിലേക്ക് മുന്നേറാം. അപ്പോൾ നമ്മുടെ ജീവിതം തോമസിൻ്റെ ആ മഹത്തായ ഏറ്റുപറച്ചിൽ ആവർത്തിക്കാം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. ഈ വാക്കുകൾ നമ്മുടെ അധരങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും മുഴങ്ങട്ടെ. മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസവും ധൈര്യവും സുവിശേഷ സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ ഫലമണിയാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.